എല്ലാവർക്കും നമസ്കാരം. Good afternoon. ഫറൂഖ് ട്രെയിനിങ് കോളേജ് ആത്മീയ യൂണിയൻ മാഗസിൻ കമ്മിറ്റി നടത്തുന്ന ഓൺലൈൻ സജീവ് നമ്മോടൊപ്പമുണ്ട്. എൻവയോൺമെന്റ് സസ്റ്റൈനബിൾ ടോപ്പിക്കിൽ നമ്മളോടൊപ്പം സംവദിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. അദ്ദേഹത്തെ പോലെ ഒരു ഗസ്റ്റിനെ നമ്മൾ ഏറെ അഭിമാനിക്കുന്നുണ്ട്. നമ്മുടെ കൂടെ യൂണിയൻ ആൻഡ് സ്വാഗതം ചെയ്തുകൊണ്ട് ഷാദിലിനെ ഈ ഇന്റർവ്യൂ മോഡറേറ്റ് ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നു. താങ്ക് യു. Sir, good afternoon, sir. Good afternoon. ഷാദിൽ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ട് സർ. എനി പ്രോബ്ലം? കുഴപ്പമില്ലല്ലോ? അല്ല, ചിലപ്പോ ഞാൻ ഇന്റർവ്യൂ നന്നായി പോയാലേ നമുക്ക് കൂടുതൽ നന്നാക്കാൻ ശ്രമിക്കാം സർ. ഓക്കെ സർ. ആദ്യം തന്നെ സർ, ഫറൂഖ് ട്രെയിനിങ് കോളേജിലേക്ക് ഓൺലൈൻ ആയിട്ടാണെങ്കിലും സാറേ ഒന്ന് ഞാൻ സ്വാഗതം ചെയ്യാണ് ഞങ്ങളുടെ ക്യാമ്പസിലേക്ക് തന്നെ. സർ, എൻ്റെ പേര് ഷാദിൽ. ഞാനിവിടുത്തെ BEd ഫസ്റ്റ് ഇയർ സോഷ്യൽ സയൻസിലെ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിലുള്ള യൂണിയൻ ഭാരവാഹികൾക്കും മറ്റ് വിദ്യാർത്ഥികൾക്കും വേണ്ടി സാറ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മുടെ ഇന്റർവ്യൂവർ ആയിട്ടുള്ളത് ഡോക്ടർ TV സഞ്ജീവ് സാറാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചീഫ് സയൻറ്റിസ്റ്റ് കൂടിയാണ് സാറ്. അതുപോലെ തന്നെ സാറിൻ്റെ ഒരു റിസർച്ച് മേഖലയൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻസെക്ട് പോപ്പുലേഷൻ ഡൈനാമിക്സ്, ബയോ കൺട്രോൾ, ഏലിയൻ ഇൻവേസീവ് സ്പീഷീസ്, അത് ഈ മേഖലകൾക്കാണ് സാറ് കൂടുതലായിട്ടും ഗവേഷണം നടത്തുന്ന ഏരിയകൾ. അതുപോലെ സാറ് സ്റ്റേറ്റ് കേരളൻ്റെ ട്രീ ഹെൽത്ത് ഹെൽപ്പ് ലൈൻ്റെ മാനേജിങ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളും കൂടിയാണ്. സർ, ഞങ്ങളുടെ ഇന്ന് ഇൻ്റർവ്യൂ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ചില അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് ഇറങ്ങിയ കുറച്ച് കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ്. സമൂഹത്തിൽ ഇപ്പോൾ സമകാലികമായിട്ട് നിലനിൽക്കുന്ന ചില സംഘർഷങ്ങൾ, യുദ്ധങ്ങൾ, ഇതിനൊക്കെ ആസ്പദമാക്കിയിട്ട് ചില ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ തേടിയുള്ള ഒരു യാത്രയിലാണ് ഇന്ന് ഞങ്ങൾ. അപ്പോൾ പല മേഖലകളിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ പ്രകൃതിപരമായിട്ടാണെങ്കിലും മാനുഷികപരമായിട്ടാണെങ്കിലും സാമൂഹികപരമായിട്ടാണെങ്കിലും മാനസികമായിട്ടും ഇന്ന് മനുഷ്യർ പല വിധത്തിലുള്ള സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരാളാണ്. അതിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളാണ് ഈ പ്രകൃതിപരമായിട്ടുള്ള സംഘർഷങ്ങളും പ്രകൃതിയോട് മനുഷ്യൻ ചെയ്യുന്ന ചില സംഘർഷങ്ങളും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് സാറ് മുന്നിൽ ഞാനുൾപ്പെടെ കുറച്ച് വിദ്യാർത്ഥികൾ ഇരിക്കുന്നത്. സർ, നമുക്ക് തുടങ്ങാം അല്ലേ? തീർച്ചയായിട്ടും. സർ, എൻ്റെ ഒരു ആദ്യ ചോദ്യം എന്ന രീതിയിൽ ചോദിക്കാനുള്ളത്, സർ, ഈ അടുത്ത കാലഘട്ടത്തിൽ സ്വിസ് എയർ ക്വാളിറ്റി ടെക്നോളജി കമ്പനി നടത്തിയ 2024 ഒരു IQ എയർ ടെസ്റ്റിൽ കണ്ടെത്തിയ ഒരു വിവരം എന്ന് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും മലിനമായ 20 നഗരങ്ങൾ ഇന്ന് 13 ഇന്ത്യയിൽ എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും മലിനമായ 10 നഗരങ്ങളിൽ 6 ഇന്ത്യയിലാണ്. കൂടാതെ 6 വർഷങ്ങളായി ഇതേ ടെസ്റ്റിൽ തുടർച്ചയായിട്ട് ലോകത്തിലെ ഏറ്റവും മലിനമായ തലസ്ഥാനം എന്നൊരു ഭയങ്കര പദവി നമ്മുടെ ഡൽഹി തലസ്ഥാനത്തിന് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കണക്കുകളും ഈ കണ്ടെത്തലുകളും നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് പ്രകൃതി സംരക്ഷണത്തിൽ വല്ലാതെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം. ജലം, വായു, മണ്ണ്, വനം തുടങ്ങിയ എല്ലാ മേഖലയിലും ഇന്ന് ഭീഷണിയിലാണ് നമ്മുടെ സ്റ്റേറ്റും നമ്മുടെ രാജ്യവും. ഇന്ത്യക്ക് ഈ ഒരു അവസ്ഥ വരാൻ കാരണം ഒരു അറുതി ഉണ്ടാവില്ല സാർ ഈ ഒരു അവസ്ഥയ്ക്ക്? എന്തുകൊണ്ടാണ് ഈ സാഹചര്യം ഇന്ത്യയിൽ പ്രകടമാവുന്നത്? ഇതാണ് സാർ ഇന്ന് എൻ്റെ ഒരു ആദ്യ ചോദ്യം സാറോട് ചോദിക്കാനുള്ളത്. സാറ് ലീവായോ? സാറ് കാണുന്നില്ലല്ലോ. കാണുന്നില്ല സാർ. ഇപ്പം ജോയിൻ ചെയ്യട്ടോ.
ആണോ? ഹലോ സർ. സാർ കേൾക്കാമോ? കേൾക്കാം. സാർ ചോദ്യം സാർ കേട്ടിരുന്നോ ഞാൻ ചോദിച്ചത്? കേട്ടു. ഇപ്പോ നിലവിലുള്ള ഇത്തരത്തിലുള്ള ജലം, വായു, മണ്ണ്, വനം തുടങ്ങിയ എല്ലാം ഇന്ന് നമ്മുടെ രാജ്യത്ത് ഒരു ഭീഷണിയുടെ പക്കത്തിലാണ്. അപ്പോൾ ഇന്ത്യക്ക് ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു അറുതി ഉണ്ടാവില്ലേ? എന്താണ് സാർ ഇങ്ങനത്തെ ഒരു സാഹചര്യം പ്രകടമായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത്? ഇതാണ് സാറിനോട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. ഷാദിൽ ആദ്യം പറഞ്ഞ ഈ മലിനീകരണത്തിന്റെ പ്രശ്നം തന്നെ തുടങ്ങാം. ഒരുപക്ഷെ ഈ അടുത്ത കാലം വരെ ഡൽഹി 1ാം സ്ഥാനത്തായിരുന്നില്ലേ മലിനീകരണത്തിന്റെ കാര്യത്തിൽ. ഇന്ത്യയെക്കാളും അതിഭീകരമായിട്ട് മലിനമായിട്ടുള്ള ഒരു രാജ്യ തലസ്ഥാനമായിരുന്നു ചൈനയുടേത്, ബീജിംഗ്. ഞാനൊരിക്കൽ ബീജിംഗിൽ പോകുമ്പോഴുള്ള അവസ്ഥ എന്താ വെച്ചാല് അവിടെ ഒരു അന്താരാഷ്ട്ര ഉച്ചകോടി നടക്കുകയാണ്. ഏകദേശം 8-9 രാജ്യങ്ങളിലെ തലവന്മാർ അവിടെ വരികയാണ്. ആ മീറ്റിങ്ങിന് വേണ്ടി ബീജിംഗ് തയ്യാറെടുക്കുമ്പോൾ അവരാദ്യം ചെയ്തത് ബീജിംഗിന് ചുറ്റുമുള്ള എല്ലാ ഫാക്ടറികളും അടച്ചിടുക എന്നുള്ള. രണ്ടാമതായിട്ട് അവർ ചെയ്തത് ബീജിംഗ് നഗരത്തിന്റെ ഉള്ളിൽ ആരും വിറക് കത്തിക്കരുത്, കൽക്കരി കത്തിക്കരുത് എന്ന് നിയമം കൊണ്ടുവന്നു. അതിനുള്ളിൽ കൽക്കരി കത്തിച്ചിട്ടോ വിറക് കത്തിച്ചിട്ടോ ഭക്ഷണം പാചകം ചെയ്യുന്ന ആളുകൾക്ക് സർക്കാർ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ 3 മാസക്കാലം ചെയ്തതിന് ശേഷമാണ് ഏകദേശം 9 വർഷത്തിന് ശേഷം അവര് സൂര്യനെയും ചന്ദ്രനെയും കാണാൻ പറ്റൂലായിരുന്നു. ആകാശത്തേക്ക് നോക്കിയാൽ അങ്ങനെ ഒരു എന്തോ അവ്യക്തമായിട്ട് കാണാന്നല്ലാതെ സൂര്യനെയും ചന്ദ്രനെയും കാണാൻ പോലും പറ്റാത്ത അത്ര മലിനമായിട്ടുള്ള ആകാശമായിരുന്നു ബീജിംഗിനുണ്ടായിരുന്നത്. അന്ന് ഡൽഹി ഇത്ര അധികം മലിനമായിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ നമ്മൾ ഒന്നാമതേക്ക് എത്തിക്കുന്നു. ബീജിംഗ് അതിന്റെ മലിനീകരണം നന്നായി കുറച്ചു കഴിഞ്ഞു. ഇന്ന് ബീജിംഗ് അങ്ങനെ മലിനീകരിക്കപ്പെടുന്ന ഒരു സ്ഥലമല്ല. ഫ്രാൻസിന്റെ കാര്യം എടുക്കുക. പാരീസ് അവര് വളരെ ചെറിയൊരു സമയം കൊണ്ട് അവിടെയുള്ള ഒളിമ്പിക്സിന് മുന്നോടിയായിട്ട് അവരുടെ എല്ലാ ജലാശയങ്ങളും മാലിന്യം മുക്തമാക്കി മാറ്റുകയാണ് ചെയ്തു. പ്രധാന വ്യത്യാസം ഉണ്ടാവുന്ന എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റു പല രാജ്യങ്ങളെ സംബന്ധിച്ചിട്ടും സാധാരണ മനുഷ്യന്റെ ജീവൻ എന്നുള്ളത് അവിടെയുള്ള എല്ലാ മനുഷ്യന്റെ ജീവനും തുല്യമായിട്ടുള്ള വിലയുള്ള ഒരു കാര്യമാണ്. വികസിത രാജ്യങ്ങൾ എന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങളും പല രാജ്യങ്ങളെ സംബന്ധിച്ചിട്ടും അവിടെ എല്ലാ മനുഷ്യരും ഒരേപോലെയാണ്. എല്ലാ മനുഷ്യരുടെ ജീവനും ഒരേ വിലയാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടില് ജീവൻ വല്ലാതെ വിലയുള്ള ആളുകളുണ്ട്, കുറച്ച് വില കുറഞ്ഞവരുണ്ട്, നന്നായി വില കുറഞ്ഞവരുണ്ട്, തീരെ വില ഇല്ലാത്തവരടക്കമുണ്ട്. ഇങ്ങനെ ഒരു ഹയറാർക്കിക്കൽ ആയിട്ടുള്ള ഒരു സ്പേസിലാണ് നമ്മൾ ജീവിക്കുക. അതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്തെ വായു മലിനാവുന്നത്, ജലം മലിനാവുന്നത് പലരുടെയും പ്രശ്നമല്ല. സമ്പത്തുള്ള ആളുകളെ സംബന്ധിച്ചിട്ട് നല്ലൊരു വാട്ടർ ഫിൽറ്റർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എയർ ഫിൽറ്റർ ഉണ്ടെങ്കിൽ പരിഹരിക്കാവുന്ന പ്രശ്നം മാത്രമാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ ഡൽഹി പോകുമ്പോൾ കാണുന്ന കാഴ്ച, അവിടെ എല്ലാ റൂമുകളിലും ചെറിയ നമ്മുടെ എയർ കണ്ടീഷണർ പോലെയുള്ള ചെറിയ മെഷീൻസ് വെച്ചിട്ടുണ്ടാവും. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് മുകളിലൊരു ചുവപ്പ് ലൈറ്റ് കത്തുന്നുണ്ടാവും. കുറച്ചു നേരം വാതിൽ അടച്ചിട്ടിട്ട് അത് യന്ത്രം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആ ചുവപ്പ് നിറം പോയിട്ട് പച്ച നിറം വരും. പച്ച നിറം വന്നാൽ അതിന്റെ അർത്ഥം ആ റൂം വായു ശുദ്ധമാക്കി എന്നാണ്. നമുക്ക് അവിടെ കിടന്നുറങ്ങാം. നമ്മൾ ആ വാതിലൊന്ന് തുറന്നൊരു ഇത്തിരി നേരം, ഒരു 2 മിനിറ്റ് ആ വാതിൽ തുറന്നിട്ടാൽ വീണ്ടും പച്ച പോയിട്ട് ചുവപ്പ് കത്താൻ തുടങ്ങും. അപ്പോ പണമുള്ള ആളെ സംബന്ധിച്ചിട്ട് സ്വന്തമായിട്ട് ജീവിക്കുന്ന ഒരു ചെറിയ ഇടം മാത്രം വേണമെങ്കിൽ മാലിന്യമുക്തമായിട്ട് സൂക്ഷിക്കാൻ പറ്റും. പക്ഷെ ഇത് സാധാരണക്കാരന് പറ്റുന്ന കാര്യമല്ല. അപ്പോ ആ തരത്തിൽ പരിസ്ഥിതിയെ കുറിച്ചിട്ട് നമ്മൾ വികസിക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പല കാര്യങ്ങളും, വലിയ വികസനം നമ്മൾ അവകാശപ്പെടുന്ന സമയത്ത് പോലും ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ട്. ബീജിംഗിലെ അന്നത്തെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ബീജിംഗിന് അകത്താണ് താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആയുസ് 3 വർഷം കുറയും എന്നാണ്. ബീജിംഗിന് പുറത്ത് താമസിക്കുന്നതിനേക്കാളും 3 വർഷം കുറച്ചേ നിങ്ങൾ താമസിക്കുള്ളൂ.
ഇനി ഇതേപോലെയുള്ള കണക്കുകൾ ഡൽഹിയിൽ നിന്ന് വരാൻ പോവുകയാണ്. ഡൽഹി നഗരത്തിനുള്ളിലാണ് നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആയുസ് സാധ്യമായതിനേക്കാൾ കുറയും എന്നുള്ള അവസ്ഥയിലേക്കാണ് അത് പോകുന്നത്. ഇത് പ്രധാനമായിട്ട് ജനാധിപത്യപരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. അവിടെ ഏറ്റവും സാധാരണ മനുഷ്യന്റെയും തെരുവിൽ കിടന്നുറങ്ങുന്ന മനുഷ്യനും ഒരേപോലെയുള്ള വായു, ശുദ്ധമായിട്ടുള്ള വായു ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. ഇത് സത്യത്തിൽ നമ്മുടെ മാത്രം പ്രശ്നമല്ല, എല്ലാ ജീവജാലങ്ങളുടെയും പ്രശ്നമാണ്. എല്ലാവർക്കും വായു ശ്വസിക്കേണ്ടതായിട്ടുണ്ട്, എല്ലാവർക്കും വെള്ളം കുടിക്കേണ്ടതായിട്ടുണ്ട്. ഇത് രണ്ടും മലിനാവുന്ന സമയത്ത് മനുഷ്യന് മാത്രമല്ല, ആ ഒരു ആവാസ വ്യവസ്ഥയുടെ എല്ലാ തരത്തിലുള്ള ആരോഗ്യവും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഇതിന്റെ കാരണം പ്രധാനമായിട്ടും വ്യാവസായിക വിപ്ലവത്തിന് ശേഷം ലോകം വ്യാവസായികമായിട്ട് വലിയ തോതിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ അതുണ്ടാക്കുന്ന അപകടങ്ങളെ പരിഹരിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ നിർമ്മിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. ഏറ്റവും നല്ല ഉദാഹരണം അമേരിക്കയാണ്. അമേരിക്കയെ സംബന്ധിച്ച് നമ്മളൊരു വികസിത രാജ്യം എന്ന് പറയുമ്പോൾ പോലും അവരുടെ വികസനം നടക്കുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ ധാരാളം നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ആദ്യം വരുന്നത് അമേരിക്കയിലാണ്. ഓരോ വ്യവസായം തുടങ്ങുന്ന സമയത്തും അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വായുവും വെള്ളവും ശുദ്ധമായിരിക്കണം എന്ന നിയമം ഉണ്ടാക്കുകയും ആ നിയമം കൃത്യമായിട്ട് അനുസരിക്കുകയും ചെയ്തൊരു രാജ്യമാണ് അമേരിക്ക. പക്ഷെ വികസിത രാജ്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ എങ്ങനെയും ഇത് ഉൽപ്പാദിപ്പിക്കുക, എങ്ങനെയെങ്കിലും വ്യവസായങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതല്ലാതെ അതുണ്ടാക്കുന്ന അപകടങ്ങളെ ചെറുക്കാനായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ ഉണ്ടായിട്ടില്ല. ഇനി അഥവാ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് ശരിയായിട്ട് നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല, നേരത്തെ ഉണ്ടാക്കിയ പല നല്ല നിയമങ്ങളും പിൻവലിക്കുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ സാർ. ഇപ്പോൾ സാറ് പറഞ്ഞ കാര്യം പൂർണ്ണമായും യോജിക്കാൻ തന്നെയാണ് പോകുന്നത്. കാരണം പലപ്പോഴും നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ എന്താ പറയുക, ഈ എയർ ഇൻഡെക്സ് ഒക്കെ വളരെ താരതമ്യേന ഒരു കുറഞ്ഞൊരു ഫീലിംഗ് ആയിരുന്നു നമുക്ക് കുറഞ്ഞ. കാരണം ഹ്യൂമൻ ഇൻട്രാക്ഷൻ കുറയുന്ന ഒരു സമയം കൂടിയായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പല രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ കൃത്യമായ ഒരു പ്രോട്ടോകോൾ സംവിധാനം ഇപ്പം ഇന്ത്യയിൽ ഇല്ല എന്നുള്ളൊരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. സാർ, എനിക്ക് രണ്ടാമത് സാറായിട്ട് ചോദിക്കാനുള്ളത്, സാർ ഇന്ന് നമ്മുടെ കേരള കോണ്ടെക്സ്റ്റിലോട്ട് വരുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ മാത്രം കാണുന്ന നിരവധി ഇനം സസ്യജന്തുക്കളും ആവാസ കേന്ദ്രങ്ങളുടെ ഒരു വലിയൊരു സ്രോതസ് കിടക്കുന്ന ഒരു സ്ഥലമാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഇപ്പോൾ ഗുജറാത്തിലെ താപ്തി മുതൽ കേരളത്തിലെ കന്യാകുമാരി വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു എന്താ പറയുക, ഭൂമിയുടെ ഒരു സ്രോതസ്, അല്ലെങ്കിൽ ഒരു കേരളത്തിൻ്റെ ഇന്ത്യയിലെ ഒരു വലിയൊരു നാച്ചുറൽ റിസോഴ്സ് കിടക്കുന്ന ഒരു ഏരിയയാണ്. ഇപ്പോൾ അവിടെ കാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂരി രംഗനും ഇതുപോലത്തെ പല റിപ്പോർട്ടുകളൊക്കെ വന്ന് ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോഴും അതും ഒരു ഭീഷണിയുടെ വക്കത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആഘാതം എന്ന് വെച്ചാൽ പശ്ചിമഘട്ടം സംരക്ഷിക്കാതിരിക്കുന്നതിൻ്റെ പല പ്രശ്നങ്ങൾ ഇപ്പം നിലവിൽ കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ 2018 മുതൽ നമ്മൾ കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ദുരന്തങ്ങൾ, വെള്ളപ്പൊക്കങ്ങളായും കവളപ്പാറ മുണ്ടക്കയിലുള്ള ഉരുൾപൊട്ടലാണ്. ഈ കാര്യങ്ങളൊക്കെ എന്താ നമുക്ക് മനസ്സിലാവുന്നത്, കൃത്യമായ ഒരു പ്രകൃതി സംരക്ഷണം കേരളത്തിലും സാധ്യമാവുന്നില്ല. അപ്പോൾ ചോദിക്കാനുള്ളത്, ഇതൊക്കെ ഒരു റെട്ടാപ്പിസത്തിന്റെ ഭാഗമായിട്ട് കുടുങ്ങിയിരിക്കുകയാണോ ഈ പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പശ്ചിമഘട്ടത്തിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ? എന്താണ് സാർ അതിൻ്റെ ഒരു നമ്മൾ കാണുന്നത്, നമ്മൾ നോക്കി കാണേണ്ടത്? റെഡ് ടൈപ്പ്സ് അല്ല, റെഡ് ടൈപ്പ്സ് എന്ന് അതിനെ വിളിക്കണ്ടേ. ബേസിക്കലി ഷാദിലി പശ്ചിമഘട്ടത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയോണ്ട് പറയാണ്, പശ്ചിമഘട്ടം ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആണ്. ലോകത്തുള്ള 20-ലേറെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് വെസ്റ്റേൺ ഗട്ട്സ്. പലപ്പോഴും നമ്മൾ ഈ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ധരിക്കുക ഇവിടെ വലിയ തോതിലുള്ള ജൈവ വൈവിധ്യം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥാനം കിട്ടിയത്, ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് വിളിക്കുന്നത് എന്നാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കുക. അങ്ങനെയല്ല. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് എന്ന് വിളിക്കുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അവിടെ ഏറ്റവും കുറഞ്ഞത് 1500 സസ്യങ്ങളെങ്കിലും അവിടെ മാത്രം കാണുന്നതായിരിക്കണം. ലോകത്ത് വേറെ എവിടെയും ഇല്ലാതെ ആ പ്രദേശത്ത് മാത്രം കാണുന്ന ഏറ്റവും കുറഞ്ഞത് 1500 സസ്യങ്ങളെങ്കിലും ഉണ്ടാവണം. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷനാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തെ കണ്ടീഷൻ വെച്ചാല് ആ പ്രദേശത്തിന്റെ 70% സ്ഥലമെങ്കിലും ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടാകണം. ഈ 2 ക്രൈറ്റീരിയ കൂടി ചേർന്ന സ്ഥലത്തെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് വിളിക്കുക.
വേറൊരു രീതി പറഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ബയോഡൈവേഴ്സിറ്റി ഉള്ള ഒരു സ്ഥലമല്ല, മറിച്ച് അവിടെ തദ്ദേശീയമായിട്ടുള്ള ഇനങ്ങൾ ധാരാളം ഉണ്ടാവുകയും അതേസമയം അതിൽ പകുതിയിലേറെ സ്ഥലം നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ ഡീഗ്രേഡഡ് ആയി മാറുകയും ചെയ്ത സ്ഥലത്തെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് വിളിക്കുന്നത്. പശുമാറ്റത്തിന്റെ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അത് വലിയ തോതിലുള്ള അപകടങ്ങൾ ഈ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ഗോവ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ തോതിൽ ഖനനം നടക്കുന്നു. ആ ഖനനം കൊണ്ട് തന്നെ സ്ഥലം മറ്റൊന്നിനും ഉപയോഗിക്കാൻ പറ്റാതായി പോകുന്നു. ഖനനം കൊണ്ടുണ്ടാവുന്ന മുറിവുകൾ എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്ന മുറിവുകളായിട്ട് മാറുന്നു. ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പല സ്ഥലത്തും കാടിന്റെ വിസ്തീർണം കുറയുന്നുണ്ട്. എന്നാൽ ഈ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്ന ഒരു മലനിരയാണ് കോടിക്കണക്കിന് മനുഷ്യർക്ക് വെള്ളം കൊടുക്കുന്ന, കുടിവെള്ളം എത്തിക്കുന്നത് ഈ മലനിരകളാണ്. വാട്ടർ ടവർ എന്നാണ് നമ്മൾ വെസ്റ്റേൺ ഗട്ട്സിനെ കുറിച്ചിട്ട് പറയാം. തെക്കേന്ത്യൻ സംസ്ഥാനങ്ങൾക്കെല്ലാം വെള്ളം കൊടുക്കുന്ന ഒരു മലനിരയാണ്. അപ്പൊ അതുകൊണ്ട് അത് സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള നിലയ്ക്കാണ് അതിനെക്കുറിച്ച് പഠിക്കാനോ റിപ്പോർട്ട് കൊടുക്കാനോ ആവശ്യപ്പെട്ടത്. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് നമ്മളൊക്കെ വലിയ പ്രതീക്ഷയോടെയായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ശാസ്ത്രം ഗവേണൻസുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുന്നത്. ശാസ്ത്രജ്ഞര് നടത്തുന്ന ധാരാളം കണ്ടെത്തലുകൾ, അറിവുകൾ അത് ഭരണത്തിൽ ഉപയോഗിക്കാനായിട്ടുണ്ടാകുന്ന ഒരു വലിയ സാധ്യതയായിട്ടായിരുന്നു നമ്മൾ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കണ്ടത്. പക്ഷെ ആ റിപ്പോർട്ട് വന്നതോടുകൂടി തന്നെ വലിയ ബഹളമാണ് ഉണ്ടായത്. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഇവിടുത്തെ പരിസ്ഥിതിയെ ഉപയോഗിച്ചുകൊണ്ട്, ഇവിടുത്തെ മണ്ണിനെ ഉപയോഗിച്ചുകൊണ്ട്, ഇവിടുത്തെ കല്ലിനെ ഉപയോഗിച്ചുകൊണ്ട്, ഇവിടെയുള്ള മരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ധനികരായിട്ടുള്ള ധാരാളം മനുഷ്യരുണ്ട്. അവരെ സംബന്ധിച്ചിട്ട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് അത് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള ധാരണയിലാണ് അതിനെതിരെയുള്ള പ്രതിഷേധം ഉയർന്നു വന്നത്. പതുക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ പക്ഷത്തേക്ക് ചേരുകയാണ് ഉണ്ടായത്. സത്യത്തിൽ ശാസ്ത്രം തോറ്റുപോയ ഒരു കഥയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഫലശ്രുതി എന്ന് പറയുന്നത്. അതിനുശേഷം ആ റിപ്പോർട്ടിനെ കൂടുതൽ ഡൈല്യൂട്ട് ചെയ്യാനായിട്ട്, അത് മുന്നോട്ട് വെച്ച നിലപാടുകളെ കൂടുതൽ വെള്ളം ചേർക്കാനായിട്ട് വന്ന റിപ്പോർട്ടുകളാണ് കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടും അതേപോലെ തന്നെ അതിനുശേഷം വന്ന കേരളം തയ്യാറാക്കിയ 3 പേരുള്ള ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ സംരക്ഷിക്കേണ്ട പ്രദേശത്തിന്റെ വിസ്തീർണം കുറച്ചുകൊണ്ട് വരികയാണ് ചെയ്തത്. വന്ന് അവസാനം ഇപ്പൊ സംരക്ഷിക്കപ്പെടുന്ന കാട് മാത്രം സംരക്ഷിക്കപ്പെട്ടാൽ മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അത് അവസാനിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഓക്കെ സർ. സർ, മറ്റൊരു പ്രധാന വെല്ലുവിളിയാണെന്ന് കേരളത്തിലെ മലയോര പ്രദേശങ്ങളിൽ നിന്ന് താമസിക്കുന്ന ജനങ്ങളിൽ നിന്ന് വന്യജീവി ആക്രമണം ഭയന്ന് ജീവിക്കുകയാണ്. കൂടാതെ ഇപ്പൊ അത് ടൗൺ ഏരിയകളിൽ പോലും ഈ വന്യജീവികളുടെ ആക്രമണം, ഇപ്പോൾ കാട്ടുപന്നികളൊക്കെ കടകളിലേക്ക് ഇടിച്ചു കയറുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നമ്മൾ എങ്ങനെയാണ് നോക്കി കാണേണ്ടത്? അതുപോലെ തന്നെ മറ്റൊരു സോഷ്യോളജിക്കൽ ആസ്പെക്റ്റിൽ ചില ആളുകൾ പറയുന്നേക്കാം ഇതൊരു ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് അല്ല, ഒരു ഇന്ററാക്ഷൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കാണാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം സാറ് ഇത് എങ്ങനെയാണ് ഈ ഒരു ആസ്പെക്റ്റിനെ കാണുന്നത്? നിങ്ങൾ ഫറൂഖിൽ നിന്ന് വിളിക്കുന്നോണ്ട് നിർബന്ധമായിട്ട് പറയേണ്ട ഒരു അനുഭവമുണ്ട്. അത് 1920 ഇറങ്ങിയ ഒരു പുസ്തകമുണ്ട്, മലബാറിലെ ശിക്കാർ എന്നാണ് പുസ്തകത്തിന്റെ പേര്. DC ബുക്സ് ആണ് പബ്ലിഷ് ചെയ്യുന്നത്. ആ ബുക്ക് കിട്ടാനില്ലായിരുന്നു. ഇപ്പൊ ഈ അടുത്ത കാലത്ത് അത് വീണ്ടും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് എഴുതിയ ശിവദാസ മേനോൻ എന്ന് പറയുന്ന ആളെ എഴുതി. അദ്ദേഹം ഒരു വേട്ടയ്ക്ക് പോകുന്ന ആളായിരുന്നു. അദ്ദേഹം വേട്ടയ്ക്ക് പോകുന്ന സമയത്തുള്ള അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് പുസ്തകം. ഗംഭീര പുസ്തകമാണ്. ആ പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയുന്ന ഗംഭീരമായിട്ടുള്ള പല ചാപ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ അതിനകത്തുള്ള ഒരു ചെറിയ കാര്യം മാത്രം പറയാം. അന്നത്തെ കാലത്തെ ബസ്സുകള്, നാട്ടിലുള്ള ബസ് എന്ന് വെച്ചാൽ ചെറിയ ബസ്സാണ്, നീളം കുറഞ്ഞിട്ടുള്ള ബസ്സാണ്, കുട്ടി ബസ് ആണ് അന്നത്തെ കാലത്ത്. അങ്ങനെ ഒരു ബസ് പോകുന്ന സമയത്ത് ആ ബസ്സിന്റെ പുറകെ 3 ആന ഓടുകയാണ്. ഓടുന്ന കണ്ടിട്ട് ബസ്സിനകത്തുനിന്ന് കൂട്ടം നിലവിളി ഉണ്ടാവുന്നുണ്ട്. സ്ത്രീകളൊക്കെ അലറിച്ച് കരയുന്നുണ്ട്. പക്ഷെ കുറച്ച് മുന്നോട്ട് പോയപ്പോ ആനകൾ ഓട്ടം നിർത്തി ബസ് സേഫ് ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവം നടക്കുന്നത് രാഘവനായിട്ടായിരിക്കും ഫറൂഖിനോടൊക്കെ. വോയിസ് കട്ടാവുന്നുണ്ടോ? ഹലോ സാറ് കേൾക്കാൻ പറ്റുന്നില്ല.
ഉം? സർ കേൾക്കുന്നുണ്ടോ? ഹലോ. ആ സർ കേൾക്കുന്നുണ്ട്. സാർ കുറച്ചൊരു സമയം കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. പറഞ്ഞു വന്നെന്താ വെച്ച് കഴിഞ്ഞാല് ഫറൂഖ്, രാമനാട്ടിനെ പോലുള്ള സ്ഥലങ്ങളിൽ ഒരു 100 വർഷം മുന്നേ കാട്ടാന ഉണ്ടായിരുന്നു. ഇന്ന് നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റൂല. ഇന്ന് അന്നുണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന ആനകളൊക്കെ തന്നെ ഇന്നിപ്പോ നിലമ്പൂർ കാട്ടിലേക്കോ അല്ലെങ്കിൽ വയനാട് കാടുകളിലേക്കോ ചുരുങ്ങിക്കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഏത് സ്കെയിലാണ് ഈ നാടിനെ കുറിച്ചും കാടിനെ കുറിച്ചും സംസാരിക്കുന്നത് എന്നുള്ളതിനകത്തൊരു പ്രശ്നം. വെറും 100 വർഷം കൊണ്ട് അവർ ജീവിച്ചിരുന്ന സ്ഥലം വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. അവർ വളരെ ചെറിയ സ്ഥലത്തേക്ക് ഒതുങ്ങിയിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അന്നുണ്ടായിരുന്നത് വേട്ടയായിരുന്നു. വേട്ടയുടെ ഒരു പ്രത്യേകത, വേട്ടക്കാർ ചെയ്യുന്നത് വെച്ചാൽ അവരെല്ലാ മൃഗങ്ങളെയും കണ്ണടച്ച് വെടിവെക്കുകയല്ല ചെയ്യുക. മറിച്ച് അവർ വളരെ കൃത്യമായിട്ട് അവർക്ക് വേണ്ട മൃഗം ഏതാണെന്ന് അറിയാം, അതിനെ വെടിവെക്കുന്നു, അതിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. കൊല്ലുന്ന കൂടിയിട്ട് അത് അവസാനിക്കുകയാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മലയോര മേഖലയിലുള്ള സാധാരണ മനുഷ്യര് ഇവരെപ്പോഴെങ്കിലും കാട്ടിന് പുറത്തേക്ക് ഇറങ്ങുമെന്ന് തോന്നുമ്പോ, അല്ലെങ്കിൽ പലപ്പോഴും കാട്ടിനകത്ത് വെച്ചിട്ട് പോലും ഇവരെ ഉപദ്രവിക്കുകയാണ് ചെയ്യുക. പടക്കം പൊട്ടിച്ചെറിയുകയും സൈക്കിൾ ട്യൂബ് കത്തിച്ചിട്ട് ആനയുടെ ദേഹത്ത് ഇടുകയും കുപ്പിച്ചില്ല് വെച്ചിട്ട് കുപ്പി എറിഞ്ഞിട്ട് പൊട്ടിച്ചിടുകയും ഇങ്ങനെ പല രീതിയിൽ ഇവരെ ഉപദ്രവിക്കുക ചെയ്യണം. ഈ ഉപദ്രവിക്കുന്നുള്ള കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മരണം പോലെയല്ല. ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത് ഓർമ്മയുണ്ടാവും, ആ വേദന മറക്കില്ല, അത് കൂട്ടത്തിലുള്ള ബാക്കിയുള്ള ആളുകളോട് പറയും. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഭീകരമായിട്ടുള്ള ആക്രമണം മനുഷ്യൻ നടത്തിയ സമയത്ത് വന്യജീവികൾ മനുഷ്യനെ ഒരു എതിരാളിയായി കാണാൻ തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് കാട്ടിൽ തന്നെ ജീവിക്കുന്ന ആദിമ നിവാസികൾ പോലും ഇപ്പൊ മരണപ്പെടുന്നതിന്റെ കാരണം. ഒരിക്കൽ പോലും അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം അവർ കാട്ടിൽ ജീവിക്കുന്നവരാണ്, കാട്ടിലെ ജീവജാലങ്ങളെ നന്നായി പരിചയമുള്ളവരാണ്. അവർക്ക് ഒരിക്കൽ പോലും അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോ എല്ലാ മനുഷ്യരും ശത്രുക്കളാണ് എന്ന് വന്യജീവികൾ തിരിച്ചറിയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാനൊക്കെ ആദ്യമായിട്ട് കാട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവും, ആനക്കൂട്ടങ്ങൾ അരികിലുണ്ടാവും, അവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടാവും, നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടാവും. പക്ഷെ അവരോട് ഭക്ഷണം കഴിക്കാൻ നമ്മുടെ വർക്ക് കഴിഞ്ഞ് പോരും. ഇന്ന് അത് സാധ്യമല്ല. ഇന്ന് നമ്മളെ കണ്ടാല് ഇങ്ങോട്ടേക്ക് വന്ന് ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ അവരുടെ സ്വഭാവം മാറിയിട്ടുണ്ട്, വലിയ തോതിൽ മാറിയിട്ടുണ്ട്. സാധാരണ ആനകളുടെ ഒക്കെ കേസില് കൊമ്പനാന ഒരു 12-13 വയസ്സായി കഴിഞ്ഞാല് പിന്നെ അവർ ഒറ്റയ്ക്കാ ജീവിക്കുക. അവർ കൂട്ടത്തിൽ നിന്ന് പുറത്താവും. ഇപ്പൊ പക്ഷെ കൊമ്പനാനകളുടെ മാത്രം കൂട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഭാരതപ്പുഴയിൽ ഒരിക്കൽ 3 കൊമ്പനാനകൾ ഒരുമിച്ച് പുറത്തു വന്ന് ഭാരതപ്പുഴയിൽ വന്ന് കുളിക്കുകയൊക്കെ ചെയ്ത് കുറച്ച് സമയം ഉണ്ടായിരുന്നു. നാട്ടുകാർ പേടിയായി, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നാട്ടുകാരെല്ലാവരും ചേർന്ന് അതിനെ പടക്കമൊക്കെ പൊട്ടിച്ചു, ബഹളം ഉണ്ടാക്കിയിട്ടൊക്കെ കാട്ടിലേക്ക് കയറ്റി വിട്ടു. 1 മാസം കഴിയുമ്പോൾ 5 കൊമ്പനാനകളാണ് ഒരുമിച്ച് പുറത്തേക്ക് വന്നത്. അങ്ങനെ ഒരു കാര്യം നമ്മൾ പണ്ട് സംഭവിച്ചിട്ടേ ഇല്ല. ഓൾ മെയിൽ ഗ്രൂപ്പ്സ് ഉണ്ടാവലേ ഇല്ല. അവരുടെ സ്വഭാവം മാറിക്കഴിഞ്ഞു. കാട്ടുപന്നിയുടെ കേസിലും സംഭവിച്ചെന്താ വെച്ചാൽ നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലെ കാട്ടിൽ നിന്ന് പുറത്തേക്ക്. കാരണം കാട്ടിനകത്ത് അവർക്ക് ധാരാളം ശത്രുക്കളുണ്ട്. നാട്ടിലേക്ക് വന്നാൽ അവർക്ക് ശത്രുക്കളൊന്നുമില്ല, അവർക്ക് സേഫ് ആയിട്ട് ജീവിക്കാം. ചെറിയ സ്ഥലങ്ങൾ മതി അവർക്ക് ജീവിക്കാനായിട്ട്. അപ്പോ മാത്രമല്ല, കേരളത്തിലുണ്ടായിരുന്ന ഫെറൽ പിഗ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതായത് ഇന്നിപ്പോ നമ്മൾ തെരുവ് നായ്ക്കൾ എന്നൊക്കെ പറയുന്ന പോലെ കേരളത്തിലെ തെരുവുകളിൽ അലഞ്ഞു നടന്നിരുന്ന പന്നികളുണ്ടായിരുന്നു. അത് ഒരെണ്ണം പോലും ഇപ്പൊ ബാക്കിയില്ല. ആ സ്പേസിലേക്കാണ് കാട്ടുപന്നികൾ വന്നിട്ടുള്ളത്. ഇപ്പൊ കേരളത്തിൽ കാടില്ലാത്ത ഒരു ജില്ലയായിട്ടുള്ള ആലപ്പുഴയെ പോലും കാട്ടുപന്നി എത്തിക്കഴിഞ്ഞു. അത് കൂടാതെ മറ്റു പല ജീവികളും ധാരാളം കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും ഇവര് കാട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് ബന്ധപ്പെട്ട്. കാടിന്റെ ആരോഗ്യം ക്ഷയിച്ചിട്ടുണ്ട്. വേനല് തുടങ്ങുന്ന സമയത്ത് തന്നെ വെള്ളമില്ലാത്ത അവസ്ഥ പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. പണ്ടൊക്കെ വർഷക്കാലത്തായിരുന്നു ഏറ്റവും കൂടുതൽ ഒഫൻസ് ഉണ്ടായിട്ടുള്ളത്. കാരണം മഴ പെയ്തു കഴിഞ്ഞാല് ആനക്കൂട്ടങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും സഞ്ചരിക്കാൻ പറ്റും. കാരണം എവിടെ പോയാലും വെള്ളം കിട്ടും. മഴ പെയ്യാത്ത സമയത്താകുമ്പോൾ അവർക്ക് വെള്ളമുള്ള സ്ഥലം വിട്ടിട്ട് അവർക്ക് ദൂരെ എവിടെയും പോകാൻ പറ്റൂല. അപ്പൊ മഴ പെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ അവര് കാട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങുക.
പക്ഷെ ഇപ്പൊ അത് മാറി. ഇപ്പോ അവര് ഏത് സമയത്തും കാട്ടിന് വെളിയിലേക്ക് വരുന്ന അവസ്ഥയിലേക്ക് അവരുടെ സ്വഭാവം മാറിയിട്ടുണ്ട്. അപ്പോ ഇതിനൊരു പരിഹാരം എന്നുള്ളത് മനുഷ്യൻ ആദ്യം ചെയ്യേണ്ടത് ഏകപക്ഷീയമായിട്ട് ഒരൊറ്റ വന്യമൃഗത്തെ പോലും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം. അങ്ങനെ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കേണ്ട സമയമായി കഴിഞ്ഞു. അങ്ങനെ ചെയ്താൽ തന്നെ കുറെ കഴിയുമ്പോൾ ആണ് അതിന്റെ മാറ്റം അറിയാൻ പറ്റുക. അപ്പൊ നമ്മുടെ ഭാഗത്ത് വലിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് വൈൽഡ് ലൈഫിനെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ. നമ്മുടെ ചില എന്താ പറയാ മുൻപേ ചെയ്ത കാര്യങ്ങൾ ഇപ്പം ഒരു ഭവിഷ്യത്ത് പോലെ നമുക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ വിഷയത്തിൽ. സർ, അടുത്തൊരു കാര്യം ചോദിക്കാനുള്ളത്, ഒരു ഡെവലപ്മെന്റ് അബ്സല്യൂട്ട് ഡെവലപ്മെന്റ് ഷുഡ് ബി എക്കണോമിക്കലി വിയബിൾ, സോഷ്യലി ഡിസൈറബിൾ, എൻവയോൺമെന്റലി സസ്റ്റൈനബിൾ എന്ന രീതിയിലൊക്കെ പലരും പറയുന്നത് കേൾക്കാം, ഡിഫൈൻ ചെയ്യുന്നത് കേൾക്കാം. അപ്പം കേരളം ഇന്ന് വികസനത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുകയാണ്. വിവിധ തരം പ്രൊജക്റ്റുകൾ ഇപ്പം നോക്കുകയാണെങ്കിൽ വാട്ടർ മെട്രോ, ഹെലി ടൂറിസം, കാരവാൻ ടൂറിസം, സീ പ്ലെയിൻ തുടങ്ങിയ പല പ്രൊജക്റ്റുകൾ ഇന്ന് കേരളം അല്ലെങ്കിൽ കേരള ഭരണകൂടം ഇന്ന് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇതിൽ പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് സിൽവർ ലൈൻ പ്രൊജക്ട്. സർ കേൾക്കുന്നുണ്ടോ? സ്റ്റക്കാണുണ്ടോ? ഹലോ സർ. സാറ് ഔട്ടായിണ്ടോ? ഹലോ സർ, കേൾക്കാമോ? ഹലോ സർ, കേൾക്കുന്നില്ലേ? സാർ ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ടോ അല്ലേ? അപ്പോൾ ഇപ്പോൾ ഇതുപോലെ കേരളം മുന്നോട്ട് വെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രൊജക്റ്റാണ് സിൽവർ ലൈൻ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഇപ്പം നിലവിലുള്ള സാഹചര്യത്തിൽ കൊണ്ടുവരാൻ ദശലക്ഷക്കണക്കിന് ഭൂമി ഇത് കേരളത്തിന് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഒരു സുസ്ഥിരമായ ഒരു കേരളത്തിന്റെ ഭാവിക്ക് ഇപ്പോൾ നിലവിൽ ഇത്തരം പ്രൊജക്റ്റുകൾ സാധ്യമാണോ കേരളത്തിൽ? സാറിന്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണ്? സിൽവർ ലൈൻ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ബെറ്റർ ഓൾട്ടർനേറ്റീവ്സ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് സംവിധാനങ്ങളെ കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുപോകാനും കുറച്ചും കൂടി നവീകരിക്കാനും അതിനെ കുറച്ചും കൂടി മെച്ചപ്പെടുത്താനും സാധ്യമാണെങ്കിൽ അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അതിന് പകരം വളരെ പുതിയതായിട്ടുള്ള വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള പരസ്പര ബന്ധമില്ലാത്ത മറ്റൊരു കാര്യം ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും നന്നാവുക എക്സിസ്റ്റിംഗ് സംവിധാനത്തെ പടിപടിയായി മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ സിൽവർ ലൈൻ പ്രോജക്റ്റ് ഉദ്ദേശിക്കുന്ന അതല്ല, പക്ഷെ അതൊരു സ്റ്റാൻഡ് അലോൺ പ്രോജക്റ്റ് ആയിട്ട് ഒരു പുതിയ റെയിൽപാത ഉണ്ടാക്കുന്നു. പുതിയ റെയിൽപാത വെച്ചിട്ട് നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കണക്ട് ചെയ്യുന്നു. അത് മറ്റൊന്നുമായിട്ട് ബന്ധമില്ലാതെ നിൽക്കുന്ന ഒരു സംവിധാനം എന്നുള്ളത് തിയററ്റിക്കലി വയബിൾ അല്ല. ശരിക്കും ചെയ്യേണ്ടത് ഇപ്പൊ എക്സിസ്റ്റിംഗ് സംവിധാനങ്ങളെ നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധ്യമാവണം. സർ, അപ്പം നിലവിൽ നിൽക്കുന്ന ഇത്തരം പ്രൊജക്റ്റുകളോട് ഇപ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് ഒരു വേഗത എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ ഈ ഉള്ള കാലഘട്ടത്തിൽ. ബുള്ളറ്റ് പ്രൂഫ് അല്ലെങ്കിൽ ബുള്ളറ്റ് ട്രെയിനുകളൊക്കെ പല രാജ്യങ്ങളിലും അത് സ്ഥാപിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഒരു മുന്നോട്ട് കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ ഒരു ആശയം വന്നാൽ നമുക്കത് എങ്ങനെ ഒരു സസ്റ്റൈനബിളി നമുക്കത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ എന്തെങ്കിലും ഒരു നമുക്ക് പറ്റിയ ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് പറ്റിയ അപകടങ്ങളിൽ നിന്ന് പാഠം പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും വിചാരിച്ചതല്ല 2018 ഒരു പ്രളയം കേരളത്തിൽ ഉണ്ടാവുന്നു.
ഇനി ആ പ്രളയം ഉണ്ടായപ്പോൾ പോലും നമ്മൾ വിചാരിച്ചത് ഇത് നൂറ്റാണ്ടിൽ ഒരിക്കൽ ഉണ്ടാവുന്ന സംഭവമാണ് എന്ന് വിചാരിച്ചു. പക്ഷെ 2019 പ്രളയം വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു. ഇത് എങ്ങനെയാണ് പ്രളയം ഉണ്ടാവുന്നത്? കേരളത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറഞ്ഞാല് പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ട് ചരിഞ്ഞു കിടക്കുന്ന ഒരു ഭൂമിയാണ് കേരളത്തിന്റെ. ഒരു വശത്ത് 2000 മീറ്ററിന് ഉയരമുള്ള പശ്ചിമഘട്ട മലനിരകളുണ്ട്. അവിടെ നിന്ന് നല്ല ചരിവില് താഴേക്ക് 0 മീറ്ററുള്ള അറബിക്കടൽ വരെ പോകുന്ന രീതിയിൽ ചരിഞ്ഞു കിടക്കുകയാണ് കേരളം. മഴ പെയ്യുന്ന സമയത്ത് മലയോര മേഖലയിൽ നിന്ന് അതിശക്തമായിട്ട് വെള്ളം പടിഞ്ഞാറേക്ക് ഒഴുകി പോവുകയാണ് ചെയ്യുക. അങ്ങനെ കിഴക്കുന്നത് പടിഞ്ഞാറേക്ക് വെള്ളം ധാരാളമായിട്ട് ഒഴുകുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ തെക്ക് വടക്ക് ധാരാളം പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നമ്മുടെ റോഡുകൾ, ഹൈവേകളാണ്, നമ്മുടെ MC റോഡ് പോലെയുള്ള റോഡുകള്, നമ്മുടെ റെയിൽവേ ലൈനുകൾ, ഇതെല്ലാം തന്നെ തെക്ക് വടക്ക് നമ്മൾ നിർമ്മിച്ചിരിക്കുക. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺസ്ട്രക്ഷൻ സമയത്ത് ആ വെള്ളം ഒഴുകി പോകാനുള്ള കിഴക്കുന്ന പടിഞ്ഞാറേക്ക് അതിശക്തമായിട്ട് ഒഴുകി പോകാനുള്ള വെള്ളത്തിനുള്ള വഴികളെല്ലാം തന്നെ നമ്മൾ അടച്ചു കഴിഞ്ഞു. എവിടെയെങ്കിലും റോഡ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് റോഡിന്റെ സൈഡിൽ വീടുകൾ വരും. അതിന് വേണ്ടിയിട്ട് നിലം മണ്ണിട്ട് പൊക്കുന്നുണ്ടാവും. അപ്പൊ ആ പ്രോസസ്സ് വരുന്നോട് കൂടി തന്നെ ഈ വെള്ളം ഒഴുകാതാവും. അപ്പൊ സസ്റ്റൈനബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിന്റെ ഭൂപ്രകൃതിയെ പരിഗണിക്കാതെ വയ്യ. മാത്രമല്ല കേരളത്തിലുള്ള വിഭവങ്ങളെ പരിഗണിക്കാതിരിക്കാൻ വയ്യ. അപ്പോ ആ നിലക്കുള്ള സെൻസിബിൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ സാർ. സാർ, ഒരു അവസാന ചോദ്യം എന്നുള്ള രീതിയിൽ എനിക്ക് ചോദിക്കാനുള്ളത്, സാർ ഞങ്ങൾ ഇപ്പോൾ ഫറൂഖ് ട്രെയിനിങ് കോളേജിലെ വിദ്യാർത്ഥികളാണ്. അത് അധ്യാപക വിദ്യാർത്ഥികളായ ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ആയിരക്കണക്കിന് പരം വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ കടന്നു പോകേണ്ടിയവരാണ്. ഇപ്പോൾ ഒരു സുസ്ഥിര സമൂഹം സൃഷ്ടിക്കാൻ വളർന്നു വരുന്ന തലമുറയെ പ്രാപ്തരാക്കേണ്ടത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ആ ഒരു റോള് ചെയ്യേണ്ടത്? സാറിന്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഞങ്ങൾ വർക്കൗട്ട് ചെയ്ത് എടുക്കേണ്ടത്? എന്താണ് സ്കൂളിന്റെ ഒരു ധർമ്മം എന്താണെന്നാ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്? എന്താണ് സ്കൂളിന്റെ ഒരു പർപ്പസ്? എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഷെയറിങ് ഓഫ് നോളജ്, അവർക്ക് കൊടുക്കാനുള്ള അറിവുകൾ ഒരു കുറച്ചുകൂടി സിവിക്കാക്കി സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ആ ഒരു റോളിലേക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രകൃതിപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കൂടിയും എങ്ങനെ വിദ്യാർത്ഥികൾക്ക്, ഞങ്ങളെ സംബന്ധിച്ച് ഈസി ആയിട്ട് വിദ്യാർത്ഥികളിലേക്കായിരിക്കും. കേവലം ജൂൺ 5 മാത്രം ഒരു മരങ്ങൾ നട്ട് വളർത്തൽ മാത്രമല്ലല്ലോ പ്രകൃതിയോട് വേണ്ടിയ ഒരു സ്നേഹം എന്ന് പറയുന്നത്. അതിലുപരി നമുക്ക് അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് വേണ്ടി എന്നുള്ളത് ഇനിയുള്ള കാലഘട്ടത്തിൽ. സ്കൂളിന്റെ ധർമ്മം അതല്ല. നിലവില് കേരളത്തിലെ സ്കൂളുകളുടെ ധർമ്മം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന തലമുറയെ പുനരുത്പാദിപ്പിക്കുക എന്നുള്ളതാണ്, റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഇപ്പോൾ ഉള്ള സമൂഹത്തെ റീപ്രൊഡ്യൂസ് ചെയ്യുക. റീപ്രൊഡ്യൂസ് എന്ന് വെച്ചാൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇപ്പോൾ ഉള്ള അത്ര ടീച്ചർമാർ അടുത്ത തലമുറയിൽ ഉണ്ടാവണം. ഇപ്പോൾ ഉള്ള എത്ര ഡോക്ടർമാരുണ്ടോ അത്രയും ഡോക്ടർമാർ അടുത്ത സമൂഹത്തിൽ ഉണ്ടാവണം. ഇപ്പോൾ ഉള്ള അത്ര എഞ്ചിനീയർമാരുണ്ടാവണം. ഇപ്പോൾ ഉള്ള അത്ര പോലീസുകാരുണ്ടാവണം. ഇപ്പോൾ ഉള്ള അത്ര കള്ളന്മാരുണ്ടാവണം. ഇങ്ങനെ നിലനിൽക്കുന്ന സമൂഹത്തെ റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് സ്കൂൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി. നമ്മൾ അതിനെ പൊലിപ്പിച്ച് വേറെ ഒത്തിരി കാര്യങ്ങളൊക്കെ പറയും. നമ്മളൊരു കുട്ടിയുടെ സർഗാത്മകതയെല്ലാം ഉണർത്തിയെടുക്കുകയും ഗംഭീരാക്കുകയും ചെയ്യാന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും യഥാർത്ഥം സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ സമൂഹത്തെ റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല സ്റ്റേറ്റിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഇഷ്ടം അറിവുള്ള മനുഷ്യരെ അല്ല. സ്റ്റേറ്റിന് എപ്പോഴും ഇഷ്ടം മന്ദബുദ്ധികളെയാണ്, ചിന്തിക്കാൻ പറ്റാത്തവരെയാണ്. കേരളത്തെ സംബന്ധിച്ചിട്ട് മനസ്സിലാക്കേണ്ട 2-3 പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഒരു സ്ഥലമാണ് കേരളം. നമ്മൾ 100% സാക്ഷരത എന്നൊക്കെ പറയാം. പക്ഷെ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പറ്റിക്കപ്പെടാൻ പറ്റുന്ന മനുഷ്യരും കേരളത്തിൽ തന്നെയുള്ളു. അറിവ് എന്നുള്ളത്, സാക്ഷരത എന്നുള്ളത് ഒരു ഗ്യാരണ്ടി ഒന്നുമല്ല. ഇപ്പം മലയാളിയെ പറ്റിക്കുന്ന അത് വളരെ വളരെ എളുപ്പമുള്ള ഒരു കാര്യം. ഇത്ര എളുപ്പത്തിൽ തമിഴിനെ പറ്റിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇത്ര എളുപ്പത്തിൽ ബീഹാറിൽ പോയിട്ട് ഒരാളെ പറ്റിക്കാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ച് വിദ്യാഭ്യാസം എന്നുള്ളത് നമ്മളെ വൾണറബിൾ ആക്കുന്ന, നമ്മൾ പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു മനുഷ്യനാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് നമ്മളെ സംബന്ധിച്ച് വിദ്യാഭ്യാസം എന്നുള്ളത്. നിങ്ങൾ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു മനുഷ്യനെ കൊണ്ട് നിങ്ങൾക്ക് കൊക്കക്കോള കുടിപ്പിക്കാൻ പറ്റൂല. അത് തുപ്പിക്കളയും.
നിങ്ങൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല സുഖമായിട്ട് അത് കുടിക്കും. കാരണം നിങ്ങൾക്ക് അറിയാം അത് വലിയ സിനിമ താരങ്ങളൊക്കെ കുടിക്കുന്ന പാനീയമാണ് എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും നിങ്ങൾ കുടിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഒരു 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 മനുഷ്യനെ സംബന്ധിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്ത, അയാൾക്ക് സ്വാഭാവികമായിട്ട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അയാളെ ചെയ്യിക്കാവുന്ന ആളേക്ക് മാറ്റിയെടുക്കുന്ന ഒരു പ്രക്രിയ എന്നുള്ളതാണ് സ്കൂളിൽ നടക്കുന്നത്. അത് ഈ സിസ്റ്റത്തിന് വേണ്ടിയാണ്. നമ്മൾ ഇന്ന് ജീവിച്ചു പോകുന്ന മുതലാളിത്തം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിലേക്കുള്ള ഇരകളെ സൃഷ്ടിച്ചു വിടുക എന്നുള്ളതാണ് സ്കൂളിന്റെ ധർമ്മം. ഏതൊരു കമ്പനിക്കും, ഏതൊരു മുതലാളിത്ത സംവിധാനത്തിനും, ഏതൊരു കോർപ്പറേറ്റിനും എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നിറവും മണവും ഗുണവും ഒന്നുമില്ലാത്ത കുറെ അധ്വാനിക്കാൻ വേണ്ടി പറ്റുന്ന ആളുകളെ തയ്യാറാക്കി വിടുന്ന ഏർപ്പാടാണ് സ്കൂള് എന്ന് പറയുന്ന സ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കുക. അതിനകത്ത് ഒരു കുട്ടിയുടെ പ്രത്യേകതയോ, ഒരു കുട്ടിയുടെ കഴിവുകളോ, ഒരു കുട്ടിയുടെ സർഗാത്മകതയോ ഒന്നും തന്നെ വിഷയാവില്ല. നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള അറിവുകളല്ല, വ്യത്യസ്തമായ കഴിവുകളല്ല, വ്യത്യസ്തമായിട്ടുള്ള ഭാഷയുള്ള ഒരു 30 കുട്ടികളെ 1ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർത്താൽ ഒരു 10 വർഷം കൊണ്ട് അവരെ എല്ലാവരും ഒരേപോലെ ആക്കി തിരിച്ചു തരുന്ന ഒരു സ്ഥലമാണ് സ്കൂൾ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് വിദ്യാഭ്യാസത്തിനകത്ത് കുറച്ചുകൂടി പരിസ്ഥിതി ചേർത്തുകൊണ്ടൊന്നും ഈ സിസ്റ്റം നന്നാവാൻ പോകില്ല. ഈ സിസ്റ്റം നന്നാവണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം സ്കൂളിലെ മത്സരം എന്ന് പറയുന്ന ഒരു കാര്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് മത്സരിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തടുത്തിരിക്കുന്ന കുട്ടികൾ തമ്മിൽ മത്സരിച്ച് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുക എന്നുള്ളതാണ് ഈ പഠിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം. ഇത് മുതലാളിത്തത്തിന്റെ ആവശ്യമാണ്. മനുഷ്യർ മത്സരിച്ചുകൊണ്ടേയിരിക്കണം. അവർ പുതിയ പ്രോഡക്ട്സ് വാങ്ങിച്ചുകൊണ്ടിരിക്കണം. പണ്ടൊരു ഒണിയുടെ ടിവിയുടെ പരസ്യം വന്ന പോലെ ഓണേഴ്സ് എൻവി, നെയ്ബേഴ്സ് ഓണേഴ്സ് പ്രൈഡ്, നെയ്ബേഴ്സ് എൻവി എന്നായിരുന്നു പണ്ടൊരു ടിവിയുടെ പരസ്യം. അതായത് വാങ്ങുന്ന ആൾക്ക് അഭിമാനം, അയൽവക്കക്കാരന് അസൂയ. അപ്പൊ അയൽവക്കക്കാരനെ അസൂയയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണി മുഴുവൻ എടുക്കുന്നത്. നമ്മൾ വീട് വെക്കുന്നത് പോലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നോക്ക്, ഞാൻ എത്ര പണക്കാരനാണെന്ന് നിങ്ങൾക്ക് കാണുന്നില്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് വീട് വെക്കുന്നത്, അല്ലാതെ നമ്മൾ സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ ഈ തരത്തില് ഒരു മാർക്കറ്റിലേക്ക്, ഒരു ചന്തക്കകത്തേക്ക് ഒരു ഉപഭോക്താവിനെ സൃഷ്ടിച്ചു വിടുന്ന പണിയാണ് സ്കൂൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് ഒരു കുട്ടിയുടെ സർഗാത്മകത പോലും നിലനിർത്താനായിട്ടുള്ള സാധ്യതയില്ല. അത് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് കുട്ടികളൊക്കെ രാവിലെ പതുക്കെ പതുക്കെ നടന്ന് സ്കൂളിലേക്ക് വരികയും വൈകുന്നേരം ബെല്ലടിച്ചാൽ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നത്. ഇത് കണ്ടാലെങ്കിലും നമ്മൾ മനസ്സിലാവണം ഇതൊരു അപകടം പിടിച്ച സ്ഥലമാണ്. അതുകൊണ്ടാണ് ഈ കുട്ടികളെല്ലാം അവിടുന്ന് പാഞ്ഞ് രക്ഷപ്പെടണമെന്നും ഇത് കണ്ടാലെങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ആവശ്യമുണ്ട്. അങ്ങനെ ഉള്ള ഒരു സ്പേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടികൾ ക്ലാസ് കട്ട് ചെയ്യുന്നതും അവർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ രക്ഷിതാക്കളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട്, അവരുടെ ടീച്ചർമാരിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഈ കുട്ടികൾ മുഴുവൻ നാട് വിടാനായിട്ട് കൊതിക്കുന്നതിന്റെ കാരണം അതാണ്. കുട്ടികൾക്ക് വേണ്ട സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് വേണ്ട അവർക്ക് കിട്ടേണ്ട ബഹുമാനമുണ്ട്, അർഹിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നുള്ള ബോധം ഉണ്ടാക്കാനായിട്ട് സാധ്യമാവണം. അതിന് പകരം അധ്യാപനം എന്നുള്ളത് അധ്യാപകന്റെ ഉള്ളിലുള്ള എന്തൊക്കെയോ അറിവുകൾ കുട്ടികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ഒരു വഴിയാണ് എന്ന് തെറ്റിദ്ധരിച്ചാല് ആ കാലം കഴിഞ്ഞു. കാരണം ഇന്ന് അറിവ് എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ആകെ അറിവ് കിട്ടുക ഒന്ന് ക്ലാസ് മുറിയിൽ നിന്നാണ്, മറ്റൊന്ന് ലൈബ്രറി പോയാലും കിട്ടും, പിന്നെ വീട്ടിൽ നിന്ന് കിട്ടും. ഈ 3 സ്ഥലമേ ഉള്ളൂ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കുട്ടികളെ സംബന്ധിച്ച് അറിവ് കിട്ടാനായിട്ട് ഇഷ്ടംപോലെ വഴികളുണ്ട്. അധ്യാപകന്റെ ആവശ്യമേ ഇല്ല. സ്കൂളുകളിൽ അധ്യാപകരുള്ളത് അവരുടെ ജോലിയായിട്ടാണ്. സ്കൂൾ ഇപ്പൊ നടക്കുന്നത് എന്താ, അധ്യാപകർക്ക് ജോലി കിട്ടാനുള്ള ഒരു സ്ഥലം മാത്രമാണ് സ്കൂൾ. കുട്ടികൾക്ക് സ്കൂൾ ആവശ്യമേ ഇല്ല. അതല്ലാതെ ജീവിക്കാനായിട്ട് അവർക്ക് അറിയാം. അവർക്ക് ആവശ്യമായിട്ടുള്ള അറിവ് നേടാനായിട്ട് അറിയുന്ന കുട്ടികളാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോ എന്തിനാ അധ്യാപകരെന്നൊക്കെ കുട്ടികൾ ചോദിക്കാൻ തുടങ്ങും. അപ്പോ അങ്ങനെ വളരെ റിസ്ക് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. സ്കൂൾ എന്നുള്ളത് വളരെ കണ്ടസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടെറൈനാണ്. അത് പല തലമുറകൾ തമ്മിലുള്ള ഇടപെടലുകളാണ്. നിങ്ങൾ മിക്കവാറും എല്ലാവരും തന്നെ ജനറേഷൻ ഇസഡ് ആയിരിക്കും, ജെൻസിനൊക്കെ വിളിക്കുന്ന ജനറേഷനിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന കുട്ടികള് ആൽഫയാണ്. അത് ഞാനൊക്കെ ജനറേഷൻ എക്സ് പെടുന്ന ആളാണ്. ഞാനും എന്റെ തലമുറയും നിങ്ങളുടെ തലമുറയും തന്നെ തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഇനി വരാൻ പോകുന്ന ഏറ്റവും രസമുള്ള അടി എന്ന് പറഞ്ഞാൽ നിങ്ങളും ആൽഫയും തമ്മിൽ ഉണ്ടാകാൻ പോകുന്ന അടി ഇതിനേക്കാളും ഗംഭീരമായിരിക്കും.
അപ്പോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് എൻഗേജ് ചെയ്യാനായിട്ട് ഇതിന് മുന്നേ ഉള്ള ഒരു അധ്യാപകനും ഫേസ് ചെയ്ത ക്രൈസിസ് അല്ല. നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് വളരെ ഫ്രഷ് ആയിട്ടുള്ള ക്രൈസിസ് ആണ്. ആ ക്രൈസിസ് ഇതിനു മുന്നേ ആരും അനുഭവിച്ചിട്ടില്ല. അത് നിങ്ങൾ തന്നെ നേരിടാൻ പോകുന്ന ഒരു ക്രൈസിസ് ആണ്. ആ സമയത്ത് നിങ്ങൾക്ക് സഹായകമാവുക ഇംഗ്ലീഷിൽ ഡെമോക്രസി എന്നും മലയാളത്തിൽ ജനാധിപത്യം എന്ന് പറയുന്ന വാക്കാണ്. ഇവരെല്ലാവരും മനുഷ്യരാണെന്നും നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന മനുഷ്യരാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. അതിന് പകരം കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത് മത്സരിക്കാനാണ്. അതിന്റെ ഒരു ആവശ്യമില്ല. കാരണം ഒരു ക്ലാസ്സിലെ കുട്ടിക്ക് ഒരു പരീക്ഷ എഴുതുമ്പോൾ 100 മാർക്കാണെങ്കിൽ ആ 100 മാർക്ക് ഓരോ കുട്ടിക്കും 100 മാർക്ക് ഉണ്ടല്ലോ. അപ്പൊ ആ കുട്ടിക്ക് ആദ്യത്തെ പരീക്ഷയ്ക്ക് 60 മാർക്ക് കിട്ടിയെങ്കിൽ അത് 70 ആക്കണമെങ്കിൽ അടുത്തിരിക്കുന്ന കുട്ടിയോട് മത്സരിക്കുകയല്ലല്ലോ വേണ്ടേ, അവനവനോട് തന്നെയല്ലേ മത്സരിക്കണ്ടേ. കാരണം ഈ മാർക്ക് അവിടെ ഉണ്ടല്ലോ. പക്ഷെ അതിൽ എന്റെ അടുത്ത് നമ്മൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിലാണെങ്കിൽ എനിക്ക് കിട്ടുന്ന മാർക്ക് ഷാദിലിന്റെ മാർക്ക് അല്ലല്ലോ. അതുപോലെ ഷാദിൽ കിട്ടുന്ന മാർക്ക് എന്റെ മാർക്കിൽ നിന്ന് കുറയല്ലല്ലോ ചെയ്യാം. എന്റെ മാർക്ക് അവിടെ തന്നെ ഉണ്ട്. അതിൽ നിന്ന് എത്ര എനിക്ക് കിട്ടും എന്നുള്ളത് എന്റെ കഴിവനുസരിച്ചിരിക്കും. അതിന് വേണ്ടത് ഈ ലോകത്ത് ഒറ്റ ഒരാളോടെ മത്സരിക്കേണ്ട ആവശ്യമുള്ളൂ. അത് എന്നോട് തന്നെയാണ്. എന്നോട് തന്നെ മത്സരിച്ചാലേ ഉള്ളൂ എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടുക. ഈ ബോധം പോലും കുട്ടികൾക്ക് ഇല്ലാതെ കുട്ടികൾ തമ്മിൽ മത്സരിക്കുകയും ആ മത്സരം അതിന്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള അവസ്ഥ. കാരണം ഈ മത്സരമാണ് മുതലാളിത്തത്തിന് ആവശ്യമായിട്ടുള്ളത്. ഇവര് ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാല് അതുകൊണ്ട് ഇപ്പം എല്ലാ വിഷയത്തിനും A+ വാങ്ങാൻ വേണ്ടി കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിക്കുകയാണ്. എന്തിനാണ് എല്ലാ വിഷയത്തിനും A+ വാങ്ങിക്കുന്നത്? അവർക്ക് സാധാരണഗതിയിൽ ഒരു നല്ല കുട്ടിയെ സംബന്ധിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ A+ കിട്ടുകയും മറ്റു വിഷയത്തിൽ കുറച്ച് മാർക്ക് കുറയൊക്കെയാണ് വേണ്ടത്. പക്ഷെ ഇതല്ല, എല്ലാ വിഷയത്തിനും A+ വാങ്ങുന്ന പ്രോസസ്സിനകത്ത് സംഭവിക്കുന്നത് വെച്ചാൽ ആ കുട്ടിയുടെ ഇഷ്ടം പോലും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ആ കുട്ടിക്ക് ഏത് വിഷയമാണ് ഇഷ്ടമുള്ളതെന്ന് ആ കുട്ടിക്ക് പോലും തിരിച്ചറിയാത്ത അവസ്ഥയിലേക്ക് പോകും. കാരണം എല്ലാ വിഷയവും ഒരേപോലെ തന്നെ പഠിക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ മത്സരത്തിലേക്ക് വേണ്ടി അവരെ തയ്യാറാക്കി വിടുന്ന പ്രോസസ്സാണ്. വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുമിച്ച് പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ്. സഹവർത്തിത്വം പഠിപ്പിക്കുക എന്നുള്ളതാണ്. വേറെ രീതി പറഞ്ഞാല് ഒരു ക്ലാസ്സില് 3 വ്യത്യസ്ത തലങ്ങളെങ്കിലും പരീക്ഷ നടക്കേണ്ട ആവശ്യമുണ്ട്. അതായത് ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ചേർന്ന് എഴുതുന്ന ഒരു പരീക്ഷ ഉണ്ടാവണം. ആ ക്ലാസ്സിലെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിട്ട് അവരെഴുതുന്ന പരീക്ഷ ഉണ്ടാവണം. അവസാനമായിട്ട് ഓരോ കുട്ടിയും ഒറ്റക്കൊറ്റക്ക് എഴുതുന്ന പരീക്ഷ ഉണ്ടാവണം. ഇതിൽ ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ചേർന്നിട്ട് എഴുതുന്ന പരീക്ഷയ്ക്കായിരിക്കണം ഏകദേശം 60% മാർക്ക് കൊടുക്കേണ്ടത്. ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് എഴുതേണ്ട പരീക്ഷയ്ക്ക് ഒരു 30 മാർക്ക് കൊടുക്കാം. ഒറ്റക്കൊറ്റക്ക് എഴുതുന്ന പരീക്ഷയ്ക്ക് ഒരു 10 മാർക്കിന്റെ ആവശ്യമുള്ളൂ. അങ്ങനെ പരീക്ഷ രണ്ടാമത് സംവിധാനം ചെയ്യുമ്പോൾ ഓരോ കുട്ടിയുടെയും സ്വഭാവം മാറുന്നത് നിങ്ങൾക്ക് കാണാം. പരസ്പരം മത്സരിക്കുകയല്ല, മറിച്ച് എല്ലാവർക്കും സഹായിക്കുകയാണ് വേണ്ടെന്ന് തിരിച്ചറിയും. മാത്രമല്ല ആ എല്ലാ പരീക്ഷയിലും എല്ലാവരും ജയിക്കുകയാണെങ്കിൽ മാത്രമേ ആ ക്ലാസ്സിലെ എല്ലാവരും ജയിക്കുള്ളൂ എന്നും പറയാൻ പറ്റണം. അല്ലാതെ ഒറ്റക്ക് സ്വർഗത്തിൽ പോകാനായിട്ട് ആരും തയ്യാറാവണ്ട എന്ന് തന്നെ പറയാൻ പറ്റണം. നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഈ ക്ലാസ്സിലെ എല്ലാവരും ഒരുമിച്ച് ജയിക്കും, അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് തോക്കും. അങ്ങനെ വരുമ്പോൾ ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഒരേപോലെ പഠിക്കുക എന്നുള്ളത് ആ കുട്ടികളുടെ ഉത്തരവാദിത്തമായിട്ട് മാറും. നിങ്ങൾ നോക്കിക്കോളൂ, അങ്ങനെ ഒരു സംവിധാനം വന്നാല് സ്കൂളുകൾ ഗംഭീര സ്പേസ് ആയിട്ട് മാറും. കുട്ടികൾ നല്ല പക്വതയുള്ള മനുഷ്യരായിട്ട് മാറും. അവർ മറ്റുള്ളവരെ സഹായിക്കാനാണ് തയ്യാറാവുക. ഇപ്പൊ അതിന് പകരം ഒരു കുട്ടിക്ക് ഒരു ചെറിയ കുറവുണ്ടെങ്കിൽ ആ കുറവിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ടാണ് മറ്റുള്ളവർ ശ്രമിക്കുക. മറിച്ച് അതല്ല, അങ്ങനെ ഒരു കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് എല്ലാവരും ഒത്തുചേരുന്ന തരത്തിലേക്ക് വിദ്യാഭ്യാസം നമുക്ക് മത്സരത്തെ പൂർണ്ണമായി നമുക്ക് വിദ്യാഭ്യാസ സംവിധാനത്തിൽ നിന്ന് മാറ്റാൻ പറ്റണം. മറിച്ച് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു സമൂഹത്തെ നിർമ്മിക്കുകയാണ് നമ്മുടെ ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഒരു സമൂഹത്തെ നിർമ്മിക്കണമെങ്കിൽ പരസ്പര സഹായത്തോടു കൂടിയിട്ട് പരസ്പരം സഹവർത്തിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന വിദ്യാർത്ഥികളെയാണ് നമുക്ക് നിർമ്മിക്കേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയണം. മത്സരിക്കാനായിട്ട് പഠിപ്പിക്കുക അത് നമ്മുടെ ഉദ്ദേശമല്ല, അത് ഈ കുട്ടികളെ തന്നെ നശിപ്പിക്കുന്ന ഒരു ഏർപ്പാട് കൂടിയാണ്. അത് ആകെ ഗുണം ചെയ്യുക മുതലാളിത്തത്തിന് മാത്രമാണ്. താങ്ക് യു സർ. ഞാൻ കുറച്ച് സമയം ഓഡിയൻസിന് കൊടുക്കുകയാണ് സർ. നമ്മൾ ഇത്രയും നേരം പല ചോദ്യങ്ങളും പല അന്വേഷണങ്ങൾക്കുള്ള ഉത്തരങ്ങളും സാറ് നമ്മളോട് സംവദിച്ചു. ആർക്കെങ്കിലും ഏതെങ്കിലും ഭാഗങ്ങൾ അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു ചോദ്യം ഉണ്ട് എന്നാരെങ്കിലും കരുതുന്നവർ ചോദിക്കാവുന്നതാണ്. സോ ഓഡിയൻസിന് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമ്മുടെ കമോൺ. ഹലോ സർ. ഹലോ, ഓഡിബിൾ ആണോ? കേൾക്കാം.
സാറേ, ഇപ്പൊ നമുക്കറിയാം സ്കൂളുകളിലെ അക്രമങ്ങള് വർദ്ധിച്ച് കൊലപാതകങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ ക്യാമ്പസുകളിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും ഒക്കെ കാണുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഷഹബാസ് എന്ന് പറയുന്ന ഒരു കുട്ടി മരണപ്പെടുന്നു. അവന് ട്യൂഷൻ സെന്ററിൽ ഉണ്ടായ ഒരു ചെറിയ പ്രോബ്ലത്തിന്റെ പേരിൽ അവൻ കൊല്ലപ്പെടുന്നു. ഒരു വിദ്യാർത്ഥി സമൂഹം തല്ലൊക്കെ എല്ലാ സ്കൂളുകളിലും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഒരു വിദ്യാർത്ഥി സമൂഹം കൊലപാതകങ്ങളിലേക്ക് പോലും എത്തിപ്പെടാൻ ഉള്ള ഒരു കാരണം എന്തായിരിക്കും? ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും? എനിക്ക് മനസ്സിലാവാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ട്യൂഷൻ സെന്ററിൽ ആണ് പ്രശ്നം ഉണ്ടായിരുന്നത്. എനിക്ക് അറിയാതെ എന്തിനാണ് ഈ ട്യൂഷൻ സെന്റർ തന്നെ ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലാവണില്ലേ. നിങ്ങള് ഈ ഒരാള് കൊലപാതകം നടക്കുന്ന സമയത്ത് നമ്മൾ അത് വലിയ പ്രശ്നമായിട്ട് നമ്മൾ മനസ്സിലാക്കും. പക്ഷേ അതിന് തൊട്ട് താഴെ സംഭവിക്കുന്ന കുറെ കാര്യമുണ്ട്. വയലൻസ് വളരെ ഭീകരമായിട്ടുണ്ട്. വയലൻസ് കുട്ടികൾ മാത്രമല്ല കാണിക്കുന്നത്. എനിക്കറിയാം, കേരളത്തിൽ ഈ വിദ്യാഭ്യാസം എന്നുള്ളത് പണ്ട് ഒരു കാലത്ത് സർവീസ് ആയിരുന്നു. ഹെൽത്ത് പോലെ, ഹെൽത്ത് സർവീസ് എന്നാണ് നമ്മൾ പറയാം. എഡ്യൂക്കേഷൻ ഒരു സർവീസ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു കാലമാണ് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോ ഇത് രണ്ടും ഇൻഡസ്ട്രി ആയിട്ട് മാറിക്കഴിഞ്ഞു, വ്യവസായമായി മാറിക്കഴിഞ്ഞു. എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരു ഇൻഡസ്ട്രിയാണ്. ഈ കുട്ടിയെ വെച്ചിട്ട്, ഈ കുട്ടിയുടെ മേലെയുള്ള പ്രതീക്ഷ വെച്ചിട്ട്, ഈ കുട്ടിയുടെ മേലെ നമ്മൾ കൊടുക്കുന്ന പ്രലോഭനങ്ങൾ വെച്ചിട്ട് ഭയങ്കരമായിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട്, ഒരു വ്യവസായമായിട്ട് വിദ്യാഭ്യാസം മാറിക്കഴിഞ്ഞു. അവിടെ ഈ കുട്ടിയുടെ താല്പര്യങ്ങളോ ആ കുട്ടിയുടെ ഇഷ്ടങ്ങളോ ആ കുട്ടിയുടെ അഭിപ്രായങ്ങളോ ഒന്നും തന്നെ മുഖവിലേക്ക് എടുക്കാതെ ആ കുട്ടീനെ ഒരു പ്രോസസ്സിനകത്ത് ഇങ്ങനെ തള്ളിവിടുന്ന ഒരു വ്യവസായം പോലെയാണ് സ്കൂളുകൾ, കോളേജുകൾ പ്രവർത്തിക്കുന്നത്. 10ാം ക്ലാസ് പരീക്ഷ എന്നൊക്കെ പറഞ്ഞാല് എന്ത് ഹൈപ്പാണ് കൊടുക്കുന്നത്. 10ാം ക്ലാസ് പരീക്ഷയുടെ മാർക്ക് അനുസരിച്ചിട്ടാണ് നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നോ നരകത്തിൽ പോകുന്നോ തീരുമാനിക്കുന്നതാണ് ഇപ്പോഴും ടീച്ചർമാരും സാർമാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പച്ച നുണയാണെന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ ഇത് ഒരു ഇൻഡസ്ട്രിയെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോപ്പ് കൂട്ടലാണ്. ആ പ്രോസസ്സിനകത്ത് ഇരയായി പോവുകയാണ് ഈ കുട്ടികൾ. അവരാരാണെന്നോ അവരായിട്ട് സംവദിക്കാനോ അവരോട് ഒരു 10 മിനിറ്റ് പോലും സംസാരിക്കാനായിട്ടുള്ള നേരമില്ലാത്ത സമൂഹത്തിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്നാൽ ഈ പ്രോസസ് അവർ വെറുതെ വിടുകയല്ലല്ലോ ചെയ്യാം. നമ്മൾ ഫോഴ്സ് ചെയ്യാണ്. രാവിലെ എഴുന്നേക്കുക, നേരത്തെ എഴുന്നേക്കുക, കുപ്പായിട, ഓടിപ്പഞ്ഞ് വരിക, സ്കൂളിൽ പരമ ബോറൻ ക്ലാസ്സുകൾ കേട്ടോണ്ടിരിക്കുക, ഒരു പുസ്തകവും വായിക്കാത്ത, ഒരു അപ്ഡേഷനും ഇല്ലാത്ത, ഒരു പുതിയ കൗതുകം പോലും കൊടുക്കാത്ത അധ്യാപകർ ഇങ്ങനെ വന്നിട്ട് ഈ പ്രോസസ്സിനകത്ത് ഇങ്ങനെ ഇരുന്ന് കൊടുക്കേണ്ടി വരിക. സത്യത്തിൽ ഇത്രയൊന്നും അല്ല കൊലപാതകം നടക്കേണ്ടത്. കൊലപാതകം ഇതിനേക്കാൾ എത്രയോ നടക്കേണ്ട രീതിയിലാണ്. കുട്ടികളുടെ സംയമനം കൊണ്ട് മാത്രമാണ് ഇത്രമാത്രം പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അത്ര ക്രൂരമായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് വിദ്യാർത്ഥികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ആ ഒരു തലമുറയുടെ കാഴ്ചയെ, അറിവിനെ സർഗാത്മകമായിട്ട് മാറ്റിയെടുക്കാനായിട്ട്, അവർ ക്രിയേറ്റീവായിട്ട് അവരോട് എൻഗേജ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു അവസരം എവിടെയില്ല. രക്ഷാകർത്താക്കളാണെങ്കിൽ അവർ കുട്ടികളെ വളർത്തുന്ന മുഴുവൻ മറ്റു ആളുകളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി, ബന്ധുക്കളെ കാണിക്കാൻ, നാട്ടുകാരെ കാണിക്കാൻ, ഇവർ ഗംഭീര കക്ഷികളായിരുന്നു തെളിയിക്കാൻ വേണ്ടി, ഈ തെളിയിക്കേണ്ട ഉത്തരവാദിത്തം മുഴുവൻ ഈ കുഞ്ഞുങ്ങൾക്കാണ് ഉള്ളത്. അധ്യാപകരെ സംബന്ധിച്ചിട്ട് എന്റെ ക്ലാസ്സിലെ കുട്ടികളുടെ പെർഫോമൻസ്, സ്കൂളിനെ സംബന്ധിച്ച് സ്കൂളിന്റെ വിജയ ശതമാനം അടുത്ത സ്കൂളിനേക്കാൾ ഭേദമാണ് ഞങ്ങളത് തെളിയിക്കാനുള്ള അവരുടെ പ്രോസസ്. ഈ പണി മുഴുവൻ എടുക്കുന്നത് ഈ കുട്ടീന്റെ മേലെയാണല്ലോ. എന്നെ സംബന്ധിച്ച് എനിക്കത് അത്ഭുതം തോന്നില്ല. കുട്ടികൾ ഇത്രക്കല്ലേ ചെയ്തിട്ടുള്ളൂ. സാറേ, നമുക്കറിയാം ഹയർ സെക്കൻഡറിയുടെ ടൈം എന്ന് പറയുന്നത് 9 മണി മുതൽ 4:45 വരെ. അപ്പോൾ ഷെരീഫ് സാറെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കുട്ടികളുടെ എനർജി പുറത്തേക്ക് വിടുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും ഈ തല്ലുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം കൂടി ഇതിന്റെ ഒരു ഘടകയല്ലേ ഈ ടൈം എന്ന് പറയുന്നത്? എത്ര മണിക്കൂറാണ് ഈ എനർജറ്റിക് ആയിട്ടുള്ള ആരോഗ്യവാന്മാരായിട്ടുള്ള വിദ്യാർത്ഥികളെ ക്ലാസ് റൂമിന്റെ ഉള്ളിൽ തളച്ചിടുന്നത്? ഇത് ശരിക്കും ഒരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ലല്ലോ. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് കുട്ടികൾക്ക് സ്കൂൾ ആവശ്യമില്ല. സ്കൂൾ ആവശ്യമുള്ളത് അധ്യാപകർക്കാണ്. അവർക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടാണ് സ്കൂൾ എന്ന് പറയുന്നത്. കുട്ടികൾക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷെ അവരെ വെച്ചിട്ടാണ് ഈ പ്രോസസ്സ് മുഴുവൻ നടക്കുന്നത്. അധ്യാപകര് ജീവിച്ചു പോകുന്നതും രക്ഷിതാക്കൾ അവരുടെ പ്രതീക്ഷകൾ, സ്വപ്നങ്ങളൊക്കെ നടത്തിയെടുക്കുന്നതും ധാരാളം ട്യൂഷൻ സെന്ററുകളും എൻട്രൻസ് കോച്ചിങ് സെന്ററുകളും ഒക്കെ ജീവിച്ചു പോകുന്നതും പൈസ ഉണ്ടാക്കുന്നതും ബൈജൂസ് ഒക്കെ പോലെയുള്ള കോർപ്പറേറ്റ് പ്രോസസ്സിലേക്ക് പഠനം ഇതൊക്കെ ഈ കുട്ടികളെ വെച്ചിട്ടാണല്ലോ. അങ്ങനെയുള്ള വലിയ വ്യവസായത്തിലെ
ഇരകൾ മാത്രമാണ് ഈ കുട്ടികൾ. അവിടുത്തെ അതിന് വേണ്ട റോ മെറ്റീരിയലാണ്, വിഭവമാണ്. ഈ ഇൻഡസ്ട്രി ഓടിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ മാത്രമാണ് അവര് മനുഷ്യരായിട്ട് പോലും ആരും കണ്ടിട്ടില്ല. ഈ റോ മെറ്റീരിയൽ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്ന പ്രോസസ്സിനകത്ത് ചില ആളുകൾ ചിലപ്പോ ഒന്ന് തിരിഞ്ഞു നിന്നെന്ന് വരും, ചോദ്യം ചോദിച്ചെന്ന് വരും. അമ്പലത്തില് ഉത്സവത്തിന് കൊണ്ടുവരുന്ന എല്ലാ ആനകളും അടയാറില്ലല്ലോ. ചില ആനകളെ ചിലപ്പോ തീരെ സഹിക്കാൻ വയ്യാതാവുമ്പോ ഒന്ന് അടഞ്ഞെന്ന് വരും, ആരെങ്കിലും കൊന്നെന്ന് വരും. അത്രേ ഉള്ളൂ. അതായത് ഇതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഇത്രയൊന്നും അല്ല, ഇതിനേക്കാളും ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് അടുത്ത് തന്നെ വിദ്യാഭ്യാസ മേഖല മാറുകയും ചെയ്യും. സുഹൃത്തുക്കളെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഈ ക്ലിയർ ചെയ്യാനുണ്ടോ? കുറച്ചുകൂടി സബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ട് കാര്യങ്ങൾ ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് കുറച്ചുകൂടി നല്ലതാണ്. എന്തെങ്കിലും അങ്ങനെയാണ് എല്ലാം കരുതുന്നു. ഞാൻ അസ്മിയക്ക് ഇനി മാഗസിൻ എഡിറ്റർ ആയിട്ടുള്ള അസ്മിയക്ക് ഞാൻ മൈക്ക് കൈമാറാണ്. അസ്മിന. ഹലോ, കേൾക്കുന്നുണ്ട്. ഹലോ സർ. നമ്മള് ഇത്രയും നേരം നമ്മുടെ കൂടെ നിന്ന സാറിന് വളരെയധികം നന്ദി പറയാണ്. നമ്മുടെ ടോപ്പിക് അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. പലരും പറ്റാവുന്നത്ര ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ടുമുണ്ട്. അപ്പൊ ഇതിന്റെ വോട്ട് ഓഫ് താങ്ക്സ് എന്ന നിലയിൽ ആദ്യത്തേനെ ഞാൻ ക്ഷണിക്കുകയാണ് പറയുന്നത്. ഗുഡ് ഈവനിങ്. ഈ ഒരു സെഷന് നന്ദി പറയുക എന്നതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. ഫസ്റ്റ് തന്നെ നമ്മുടെ മോഡറേറ്റർ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേരുടെ അന്വേഷണങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകിയ, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് ഒരുപാട് ഇടങ്ങൾ നൽകിയ ഡോക്ടർ ടി വി സജീവൻ സാറിന്, നമ്മുടെ മുഖ്യാതിഥിക്ക് ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സർ ഫോർ യുവർ വേർഡ്സ് ആൻഡ് ടൈം. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഈ ചർച്ച വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയ ഷാദിലിനും നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ഇത്തരത്തിലുള്ള ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ച് കൂടെ നിൽക്കുന്ന നമ്മുടെ ടീച്ചേഴ്സിനും മറ്റു കുട്ടികൾക്കും, അതുപോലെ തന്നെ ഫറൂഖ് ട്രെയിനിങ് കോളേജ് മാഗസിൻ എഡിറ്റോറിയൽ ബോർഡിനും നന്ദി അറിയിക്കുന്നു. ഇനി സാറ് പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചിന്തകൾ, ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ സാറ് ഇന്നിവിടെ പറയുകയുണ്ടായി. ഇതൊക്കെ നമുക്ക് മുൻ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയട്ടെ എന്ന്, എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു.